ഇനി ഫോൺ കയ്യിൽ കിട്ടിക്കഴിയുന്ന സമയത്ത് വെറുതെ റീൽസ് കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വേണം കേട്ടോ. വേണ്ടാന്നല്ല ടീച്ചർ പറയുന്നത്. ഒരുപാട് ടൈം അതിന് വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ സമയം നമ്മുടെയാണ് പോണത് അല്ലേ. അപ്പം ഇനി അങ്ങോട്ടേക്ക് കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കില്ലിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് സെലക്ട് ചെയ്ത് അത് കണ്ട് കുറച്ച് നോളജ് അതിനകത്ത് നേടിയെടുക്കും എന്നുള്ളവരൊന്ന് കൈ ഒന്നിച്ച്. ഉറപ്പല്ലേ? ടീച്ചർക്ക് തന്ന പ്രോമിസ് ആണല്ലോ. ഉറപ്പാണല്ലോ? പ്രോമിസ്. അപ്പോൾ ടീച്ചർ മുഖം ഓർക്കണം കേട്ടോ. അപ്പം നിങ്ങളുടെ സ്കില്ല് എന്നിട്ട് പറയണം, ഇന്നതിൽ ഞാനിപ്പം പഠിച്ചു തുടങ്ങി, സ്റ്റിച്ചിങ് എനിക്ക് ഇഷ്ടമായിരുന്നു, ഇത്രയും കാര്യങ്ങൾ ഞാൻ നോക്കി, കുക്കിംഗ് എനിക്ക് ഇഷ്ടമായിരുന്നു, ഇത്രയും കാര്യങ്ങൾ ഞാൻ അതിനകത്ത് നോക്കി വെച്ചിട്ടുണ്ട്, കരകൗശല മേഖല എനിക്ക് ഇത്ര ഇഷ്ടമായിരുന്നു, ഇത്രയും മേഖല ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ടീച്ചറെ, ഇത് ഞാൻ ചെയ്ത് നോക്കി ടീച്ചറെ. അങ്ങനെയൊക്കെ വേണം ഇനി എനിക്ക് അങ്ങോട്ട് കേൾക്കാൻ. അതുപോലെ പ്ലംബിങ്, വയറിങ്, ഇലക്ട്രോണിക്സ് ഒക്കെ അതിനോട് ക്രേസ് ഉള്ളവർക്ക് അത് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഒരേ സ്കില്ലാണോ? എല്ലാവരും യുണീക്കാണ്. ആണോ അല്ലയോ? അല്ലേ? ആണ്. നിനക്കുള്ള കഴിവായിരിക്കും ഇവൾക്കുണ്ടാവും, ഇവൾക്കുള്ള കഴിവായിരിക്കും അവനുണ്ടാവും, അവനുള്ള കഴിവായിരിക്കും ഇവനുണ്ടാവും. അല്ല, എല്ലാവരും യുണീക്കാണ്. അപ്പം ഈ 12 മേഖലയിൽ കടന്നു പോകുമ്പോൾ ഏത് മേഖലയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ ടീച്ചർ പറഞ്ഞു തരും. മനസ്സിലായോ? എന്നിട്ട് സെറ്റായിട്ട് പ്രൊഫഷണൽ കോഴ്സ് എടുക്കുമ്പം അതിനോട് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ളത് സെലക്ട് ചെയ്താൽ ലൈഫ് ലോങ് സന്തോഷത്തോടു കൂടി വർക്ക് ചെയ്ത് സാലറി വാങ്ങാം. അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്ത് സാലറി വാങ്ങിയിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ? ഇല്ല. ഹൈസ്കൂൾ കാലഘട്ടത്തിൽ നമ്മളപ്പോൾ എന്ത് ചെയ്തിരിക്കണം? നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കത്തക്ക രീതിയിൽ തന്നെ നമ്മുടെ നൈപുണ്യത്തെ മനസ്സിലാക്കിയിരിക്കണം. അത്രയേ ഉള്ളൂ.